എൻ്റെ കൃഷിയിടം ഇനിയും പൂർണ്ണമായിട്ടും ഒന്ന് കാണിക്കാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നട്ടു. ഗ്രോബാഗുകൾ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗ്രോബാഗുകൾ മുഴുവൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗ്രോബാഗ്, അതിനകത്തെല്ലാം തൈകൾ നട്ടിട്ടുമുണ്ട്. തക്കാളി, മുളക്, വഴുതന, മത്തൻ ഒക്കെയാണ് ഇതിനകത്തിപ്പം നട്ടിരിക്കുന്നത്. ചെണ്ടുമല്ലി അത്രയുമാണ് ഇതിനകത്ത് നട്ടത്. പിന്നെ അതിന് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഏരിയ എടുത്തിട്ട് ചേമ്പ് 3-4 ഏരിയയിൽ നട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് കൂർക്ക നടാനാണ്. നാളെ തന്നെ പറിച്ച് കൂർക്കകൾ നടുന്നതായിരിക്കും. ചക്കരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. എല്ലായിടത്തും ചുറ്റുപുറം മുഴുവൻ ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട്. മറ്റുള്ള വിത്തുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കണ്ട് സക്സസ് ആവും എന്നറിയില്ല. കാരണം മയിലുകളും അതോടൊപ്പം തന്നെ പന്നികളും, മുള്ളം പന്നിയുണ്ട്, അല്ലാത്ത പന്നിയുണ്ട്, ഒക്കെയാണ് ഇതിനകത്തെ സഹവാസം. ചുറ്റിനും മറച്ചിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുറവേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മയിലുകളുടെ കൂവുന്നത് കേട്ടില്ലേ? മയിലുകൾ. നല്ലൊരു കൃഷി ഇറക്കലാണ് ഈ പ്രാവശ്യം ഇറക്കിയിരിക്കുന്നത്. ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. നന്നായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ദൈവത്തോട് തേടുകയാണ്. ഇവിടെ മോട്ടോർ പുരയാണ്. ഇതിനകത്ത് മാവുണ്ട്, പറങ്കി മാവുണ്ട്, പിന്നെ 5-6 തെങ്ങുമുണ്ട് ഇതിനകത്ത്. ഈ പറമ്പിൽ, അടുത്ത പറമ്പിലുണ്ട് മാവുകളും വാഴ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അവിടെ വെള്ളം നിൽക്കുകയാണ്. ആ വെള്ളം പോകാതെ കൊണ്ട് ചേനയൊക്കെ അപ്പുറത്താണ് നട്ടിരിക്കുന്നത്. വെള്ളം പോകാതെ കൊണ്ട് ഇനി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മഴ ശരിക്കും നിന്നെങ്കിൽ മാത്രമേ നമുക്കതിനകത്തേക്ക് എന്തെങ്കിലും നടാനായിട്ട് പറ്റുള്ളൂ. അതുവരെ ഇതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂർക്ക നടാൻ വേണ്ടിയിട്ട് ഏരിയ ഉണ്ടാക്കി അതിന് വളം ഇട്ട് കൊടുക്കുകയാണ്. ചാണകപ്പൊടി, കുമ്മായം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി ഇട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വേറെ വളങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം കുറച്ച് വെണ്ണീറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂർക്കയ്ക്ക് വെണ്ണീർ നല്ലതാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പല പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട്, ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യൽ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ചെയ്യുക.